ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനും രാഷ്ട്രപതി തന്നെ. പാർലമെൻറ്റ് അംഗങ്ങളും സംസ്ഥാന നിയമസഭാ അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ നിലവിലുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമു വരെ 15 രാഷ്ട്രപതിമാരാണ് നമുക്കുണ്ടായിരുന്നത്. 1. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1950 ജനുവരി 26 അധികാരമേറ്റ അദ്ദേഹം 1962 മെയ് 12 വരെ രാഷ്ട്രപതിയായി തുടർന്നു. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രാഷ്ട്രപതിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെ. 12 വർഷവും 107 ദിവസവും. ഒന്നിലധികം തവണ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് അദ്ദേഹം. രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. 1962 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ബീഹാർ സ്വദേശിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1884 ഡിസംബർ 3 അദ്ദേഹം ജനിച്ചത്. 1963 ഫെബ്രുവരി 28 അദ്ദേഹം നിര്യാതനായി. 2. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1962 മെയ് 13 മുതൽ 1967 മെയ് 13 വരെ അദ്ദേഹം രാഷ്ട്രപതിയായി തുടർന്നു. രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. തത്വചിന്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറായിരുന്നു. പോപ്പ് പോൾ 4 നിന്ന് നൈറ്റ് ഓഫ് ദ ഗോൾഡൻ ആർമി ഓഫ് ഏഞ്ചൽസ് പദവി നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 നാം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. തമിഴ്നാട് സ്വദേശിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. 1954 രാഷ്ട്രം ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ജനനം 1888 സെപ്റ്റംബർ 5, മരണം 1975 ഏപ്രിൽ 17. ഡോക്ടർ സക്കീർ ഹുസൈൻ. 1967 മെയ് 13 മുതൽ 1969 മെയ് 3 വരെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു ഡോക്ടർ സക്കീർ ഹുസൈൻ. രാഷ്ട്രപതിയായിരിക്കെ മരണമടഞ്ഞ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും കുറഞ്ഞ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. 1 വർഷവും 355 ദിവസവും. പത്മവിഭൂഷൺ, ഭാരതരത്ന ബഹുമതികൾ നേടിയ സക്കീർ ഹുസൈൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. രാജ്യസഭാംഗം, ബീഹാർ ഗവർണർ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. തെലങ്കാനയിലെ ഹൈദരാബാദ് സ്വദേശിയാണ്. ജനനം 1897 ഫെബ്രുവരി 8, മരണം 1969 മെയ് 3. സക്കീർ ഹുസൈൻ്റെ മരണത്തെ തുടർന്ന് 1969 മെയ് 3 മുതൽ ജൂലൈ 20 വരെ വി ഗിരി ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. വി ഗിരി രാജിവെച്ചതിനെ തുടർന്ന് 1969 ജൂലൈ 20 മുഹമ്മദ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായി. 1969 ആഗസ്റ്റ് 24 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മുഹമ്മദ് ഹിദായത്തുള്ള. വി ഗിരി. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയാണ് വി ഗിരി എന്ന വരാഹഗിരി വെങ്കിടഗിരി. 1969 ഓഗസ്റ്റ് 24 മുതൽ 1974 ഓഗസ്റ്റ് 24 വരെ അദ്ദേഹം രാഷ്ട്രപതി പദവിയിൽ തുടർന്നു. ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് വി ഗിരി. രാഷ്ട്രപതിയായും താൽക്കാലിക രാഷ്ട്രപതിയായും സേവനമനുഷ്ഠിച്ച ഏക വ്യക്തിയും വി ഗിരി തന്നെ. 1975 ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കേന്ദ്ര തൊഴിൽ മന്ത്രി, സിലോണിലെ ഹൈക്കമ്മീഷണർ, കേരള ഗവർണർ എന്നീ പദവികളും വഹിച്ചിരുന്നു. ഒറീസയിലെ ബെറാംപൂർ സ്വദേശിയാണ്. ജനനം 1894 ഓഗസ്റ്റ് 10, മരണം 1980 ജൂൺ 23. 5. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1974 ആഗസ്റ്റ് 24 മുതൽ 1977 ഫെബ്രുവരി 11 വരെ രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 5ാമത്തെ രാഷ്ട്രപതിയായ അദ്ദേഹം പദവിയിലിരിക്കെയാണ് മരണമടയുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി. ആസാം നിയമസഭാംഗം, രാജ്യസഭാംഗം, ലോക്സഭാംഗം, കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡൽഹി സ്വദേശിയാണ്. ജനനം 1905 മെയ് 13, മരണം 1977 ഫെബ്രുവരി 11. ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ മരണത്തെ തുടർന്ന് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന BD ജട്ടി ആക്ടിംഗ് പ്രസിഡന്റായി. 1977 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 25 വരെ BD ജട്ടി താൽക്കാലിക രാഷ്ട്രപതിയായി തുടർന്നു. മൈസൂർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 6. നീലം സഞ്ജീവ റെഡ്ഡി. 1977 ജൂലൈ 25 മുതൽ 1982 ജൂലൈ 25 വരെ രാഷ്ട്രപതിയായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ലോക്സഭാംഗം.
ലോക്സഭാ സ്പീക്കർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഇല്ലൂർ ആണ് ജന്മസ്ഥലം. ജനനം 1913 മെയ് 19, മരണം 1996 ജൂൺ 1. 7. ഗ്യാനി സെയിൽ സിംഗ്. 1982 ജൂലൈ 25 മുതൽ 1987 ജൂലൈ 25 വരെ ഗ്യാനി സെയിൽ സിംഗ് രാഷ്ട്രപതി പദവിയിലിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ജനറലായിരുന്നു. സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ വധം. പഞ്ചാബിലെ സന്താൻ സ്വദേശിയാണ്. ജനനം 1916 മെയ് 5, മരണം 1994 ഡിസംബർ 25. 8. ആർ വെങ്കട്ടരാമൻ. 1987 ജൂലൈ 25 മുതൽ 1992 ജൂലൈ 25 വരെ രാഷ്ട്രപതിയായിരുന്നു ആർ വെങ്കട്ടരാമൻ. സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് താമ്രപത്രം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കേന്ദ്ര സർക്കാരിൽ ധനകാര്യം, വ്യവസായം, പ്രതിരോധം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകനായിരുന്നു. തമിഴ്നാട്ടിലെ രാജമഠം സ്വദേശിയാണ്. ജനനം 1910 ഡിസംബർ 4, മരണം 2009 ജനുവരി 27. 9. ശങ്കർ ദയാൽ ശർമ്മ. 1992 ജൂലൈ 25 മുതൽ 1997 ജൂലൈ 25 വരെ രാഷ്ട്രപതി പദവി അലങ്കരിച്ചു ശങ്കർ ദയാൽ ശർമ്മ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി, കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്നു. മധ്യപ്രദേശിലെ ഭോപ്പാൽ സ്വദേശിയാണ് ശങ്കർ ദയാൽ ശർമ്മ. ജനനം 1918 ഓഗസ്റ്റ് 19, മരണം 1999 ഡിസംബർ 26. 10. കെ ആർ നാരായണൻ. രാഷ്ട്രപതിയായ ആദ്യ മലയാളിയാണ് കെ ആർ നാരായണൻ. 1997 ജൂലൈ 25 മുതൽ 2002 ജൂലൈ 25 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ. തായ്ലൻഡ്, തുർക്കി, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ അംബാസഡറായിരുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. കോട്ടയം ജില്ലയിലെ ഉഴവൂറാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ജനനം 1920 ഒക്ടോബർ 27, മരണം 2005 നവംബർ 9. 11. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം 11ാമത്തെ രാഷ്ട്രപതിയാണ്. ജനകീയനായ രാഷ്ട്രപതി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2002 ജൂലൈ 25 മുതൽ 2007 ജൂലൈ 25 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. 1981 പത്മഭൂഷൺ, 90 പത്മവിഭൂഷൺ, 97 ഭാരതരത്ന എന്നീ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. അവിവാഹിതനായ ആദ്യ പ്രസിഡന്റാണ് കലാം. തമിഴ്നാട്ടിലെ രാമേശ്വരം സ്വദേശിയാണ്. ജനനം 1931 ഒക്ടോബർ 15, മരണം 2015 ജൂലൈ 27. ഷില്ലോങ്ങിലെ ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം. 12. പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായിരുന്നു പ്രതിഭ പാട്ടീൽ. ശരിയായ പേര് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ എന്നാണ്. 2007 ജൂലൈ 25 മുതൽ 2012 ജൂലൈ 25 വരെയായിരുന്നു പ്രതിഭ പാട്ടീലിൻ്റെ കാലാവധി. രാജസ്ഥാനിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു പ്രതിഭ പാട്ടീൽ. മഹാരാഷ്ട്രയിലെ നത്കോണാണ് ജന്മദേശം. ജനനം 1934 ഡിസംബർ 19. 13. പ്രണബ് കുമാർ മുഖർജി. 2012 ജൂലൈ 25 മുതൽ 2017 ജൂലൈ 25 വരെയായിരുന്നു പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ധനകാര്യം, വിദേശകാര്യം, പ്രതിരോധം എന്നീ വകുപ്പുകൾ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ മിറാഠി സ്വദേശിയാണ്. ജനനം 1935 ഡിസംബർ 11, മരണം 2020 ആഗസ്റ്റ് 31. 14. രാംനാഥ് കോവിന്ദ്. രണ്ടാമത്തെ ദളിത് രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. 2017 ജൂലൈ 25 മുതൽ 2022 ജൂലൈ 24 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. ബീഹാർ ഗവർണർ, പാർലമെൻറ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയാണ് അദ്ദേഹം. ജനനം 1945 ഒക്ടോബർ 1. 15. ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു.
2022 ജൂലൈ 24 അധികാരത്തിലേറിയ ദ്രൗപദി മുർമു ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു. ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യ രാഷ്ട്രപതിയാണ്. നിയമസഭാംഗം, മന്ത്രി, ജാർഖണ്ഡ് ഗവർണർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒഡീഷ സ്വദേശിയാണ്. ജനനം 1958 ജൂൺ 20.